വയനാട് പുനരധിവാസത്തിനായി കോൺഗ്രസ് പിരിച്ച പണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വിടാതെ ഇടതുമുന്നണി. മൃതദേഹത്തിന്റെ എണ്ണവും കണ്ണീരിന്റെ കണക്കും പറഞ്ഞു പിരിച്ച പണം എവിടെയെന്ന ചോദ്യം മുഖ്യമന്ത്രി ആവർത്തിച്ചു. പിരിച്ച പണത്തിന് ഭൂമി വാങ്ങി വീട് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടെന്നും കോൺഗ്രസ് വാഗ്ദാനം പാലിക്കുമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. വയനാടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് KC വേണുഗോപാൽ ഒഴിഞ്ഞുമാറി. കോൺഗ്രസിന്റെ കണ്ണിലെ കരടെടുക്കാൻ CPM വരേണ്ടെന്ന VD സതീശന്റെ പ്രതികരണത്തോടുകൂടി മരിച്ചവരെ പോക്കറ്റടിച്ചതായി UDF സമ്മതിച്ചുവെന്ന് മുഖ്യമന്ത്രി ഒരു ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ആരോപിച്ചു. UDF ചതിക്കും, കേരളം നശിക്കും എന്ന് മുദ്രാവാക്യം മാറ്റണമെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു. ഏതാവശ്യത്തിനാണോ CPM പണം പിരിച്ചത് അതിന് ചെലവിടും, അതുകൊണ്ട് ജനങ്ങൾ CPMനെ വിശ്വസിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. പിരിച്ച പണത്തിന്റെ കണക്ക് ചോദിക്കുമ്പോൾ കാണിക്കാൻ തയ്യാറാകാത്തത് ഗൗരവമായി കാണണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എവിടെയും കാശില്ലാന്നല്ലേ വന്നത്, കണക്ക് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ കണക്ക് പറയാനില്ല, ഇപ്പോഴും വ്യക്തത വരുന്നില്ല, എവിടെയും ആ പണമില്ല. അപ്പോൾ അതൊരു ഇതുപോലൊരു കാര്യത്തിൽ അതീവ ഗൗരവമായി കാണേണ്ട കാര്യമാണ്. പിരിച്ചതിൽ നിന്ന് 5 കോടി രൂപയ്ക്ക് ഭൂമി വാങ്ങിയെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഞങ്ങളവിടെ സ്ഥലം വാങ്ങിയിട്ടുണ്ട്, വീടിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഗവൺമെൻറ് മണിയല്ല, ഇത് പാർട്ടിയുടെ കമ്മിറ്റ്മെൻറ്റാണ്. കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ ഏറ്റെടുത്തുള്ള ഉത്തരവാദിത്വം നിർവഹിക്കും. ഗവൺമെൻറ് ഇതുവരെ വീട് കൊടുത്തിട്ടില്ലോ, കേരള ഗവൺമെൻറ് എൻ്റെ പൈസ കൊടുത്തിട്ടുണ്ട്. വയനാട് ഫണ്ട് പറഞ്ഞ് വിഷയം മാറ്റാനാണ് ശ്രമമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കോൺഗ്രസിൻ്റെ കാര്യത്തിലുള്ള കണക്ക് കൃത്യമായിട്ടുണ്ട്. അത് വയനാട്ടിലെ ജനങ്ങളുടെ മുമ്പിലും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലും വെക്കുന്ന ഒരു ബുദ്ധിമുട്ടും കോൺഗ്രസിനില്ല. സെൽഫ് ഡിഫൻസിലായ ഒരു പാർട്ടി ഉന്നയിക്കുന്ന ആരോപണത്തെക്കുറിച്ച് നിങ്ങൾ ഈ പറഞ്ഞത് അർത്ഥമുള്ളത്. പരസ്യപ്രചരണത്തിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ വയനാട് വിഷയം സജീവ ചർച്ചയാക്കാനാണ് LDF തീരുമാനം. ഡീലടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി അതിനെ പ്രതിരോധിക്കാനാണ് UDFന്റെ ശ്രമം. മീഡിയ 1 തിരുവനന്തപുരം.